പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷമാവുകയാണ്. ഇസ്രായേലിൽ കനത്ത നാശം വിതച്ചിരിക്കുന്നു ഇറാൻ. ഇതുവരെ മരിച്ചവരുടെ എണ്ണം 24ആയി. 838 പേർക്കാണ് പരിക്കേറ്റത്. വീടുകളിൽ നിന്നും 5000 പേരെ ഒഴിപ്പിച്ചു. സെൻട്രൽ ടെൽ അവീവിൽ കനത്ത നാശമുണ്ടായെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഹിസ്ബുള്ളയും ഇറാഖും രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ പരമോന്നത നേതാവിനെ ലക്ഷ്യം വെച്ചാൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇറാൻ സൈനിക സഹായം ആവശ്യപ്പെട്ടില്ലെന്നും പൊതുവായ സഹകരണം തുടരുമെന്നും റഷ്യ അറിയിച്ചു. MC നാസർ വിവരങ്ങളുമായി ചേരുകയാണ്. നാസർ, ഈ അവസാന മണിക്കൂറുകളിലും ആക്രമണം എത്രത്തോളം രൂക്ഷമാണ് പശ്ചിമേഷ്യയിൽ? വ്യാപകമായിട്ടുള്ള പ്രത്യാക്രമണങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും മെനയാന്നും ഇസ്രായേലിന് നേർക്കുള്ള ആക്രമണത്തിൽ ഒരു കുറവ് സംഭവിച്ചിരുന്നു. പക്ഷെ ആ ഒരു പ്രതീക്ഷയിൽ ജനജീവിതം ഏറെക്കുറെ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കരുതി അതേ ഘട്ടത്തിലാണ് ഇന്ന് വളരെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്തി ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും സെൻട്രൽ തെല്ലവീവിലാണ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബീർഷബയിലെ സൊറോക്ക ആശുപത്രിക്ക് നേരെയും ആക്രമണം നടന്നു. ആശുപത്രിയിൽ നിന്ന് രോഗികളെ പൂർണ്ണമായിട്ടും മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 138 പേർക്ക് പരിക്കേറ്റതായിട്ട് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ആളപായം സംബന്ധിച്ച പല റിപ്പോർട്ടുകളും ഇസ്രായേൽ മറച്ചുവെക്കുകയാണ് എന്ന പരാതി രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം വിദേശ മാധ്യമങ്ങൾക്ക് കർശനമായിട്ടുള്ള സൈനിക സെൻസർഷിപ്പാണ് ഇന്ന് രാവിലെ മുതൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടത് ഇനിയും പുറത്തു വന്നിട്ടില്ല. നിരവധി കെട്ടിടങ്ങൾ തകർന്നതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഇന്ന് നടന്ന ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖാംനെയാണെന്ന് പിന്മാറുകയില്ല. അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ ഖാംനെയെ വധിക്കാനുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നൽകിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ വധിക്കാനുള്ള ഏതൊരു നീക്കമുണ്ടെങ്കിലും അതിനെ അതിശക്തമായി ചെറുക്കുമെന്നും അത് മേഖലയെ കൂടുതൽ പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരുമെന്നാണ് ലബനാനിലെ ഹിസ്ബുള്ളയും അതോടൊപ്പം തന്നെ ഇറാനിലെ ഷിയ നേതാവ് അലി അൽ സിസ്താനിയും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സാഹചര്യം തുടരുന്നു. ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ തെഹ്റാൻ അതോടൊപ്പം തന്നെ ഇസ്ഫഹാൻ, തബ്രീസ് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഇന്നിപ്പോൾ ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള വ്യോമാക്രമണവും ഡ്രോൺ ആക്രമണവും തുടർന്ന് കൊണ്ടിരിക്കുന്നത്. നിരവധി പേർ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ അവിടെ നിന്നും പുറത്തു വരുന്നുണ്ട്. തുടക്കത്തിൽ സൈനിക ആണവ കേന്ദ്രങ്ങളെ മാത്രമായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ പിന്നിട്ട 3 ദിവസങ്ങളായി വ്യാപകമായിട്ടുള്ള സിവിലിയൻ മേഖലകളിലേക്ക് കൂടി ആക്രമണം മുന്നോട്ട് പോവുകയാണ്. വിവിധ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ ഇന്നും ആക്രമണം നടത്തിയതായിട്ട് ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കങ്ങളും തിരക്കിട്ട രൂപത്തിൽ നടക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളാണ്. കാരണം ഈ 2 രാജ്യങ്ങളും ചൈനയും റഷ്യയും പൂർണ്ണമായി തന്നെ ഇറാന് എതിരെ നടന്നിരിക്കുന്ന ഈ ആക്രമണത്തെ അതിശക്തമായിട്ട് ഈ 2 രാജ്യങ്ങളും അപലപിച്ചു. മാത്രമല്ല ഒരു സമാധാനപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതയെ അമേരിക്കയും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളും അത് തടസ്സപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിലുള്ള ഒരു പരോക്ഷമായിട്ടുള്ള കുറ്റപ്പെടുത്തൽ കൂടി ചൈന ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള ഇസ്രായേലിന് മേൽ സ്വാധീനമുള്ള രാജ്യങ്ങൾ ഈ പ്രതിസന്ധി പരിഹരിക്കാനും സംഘർഷം ലഘൂകരിക്കാനുമാണ് നോക്കേണ്ടത്. അതിനുള്ള ഒരു സാധ്യത പ്രയോജനപ്പെടുത്തുന്നത് പരം അവർക്ക് സൈനികവും അല്ലാത്തതുമായ സംവിധാനങ്ങൾ നൽകുന്നത് പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് ചൈന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇനി ആകെയുള്ള ഒരു വലിയ പ്രതീക്ഷ എന്നത് നാളെ വിയന്നയിൽ ചേരാനിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രധാനമായിട്ടും ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്ന നിർണായകമായിട്ടുള്ള യോഗമാണ്. ആ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ചർച്ചയിൽ കാരണം ഒരു സമാധാന ഫോർമുല രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് നിജപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള ചില നിർദ്ദേശങ്ങൾ ഈ 3 യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വെക്കും. അത് ഇറാൻ അംഗീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതിസന്ധി മറികടക്കാനുള്ള വലിയൊരു സാധ്യതയായിരിക്കും രൂപപ്പെടുന്നത്. എന്തായാലും അമേരിക്കയുമായി ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഈ നിർണായകമായിട്ടുള്ള യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അപ്പൊ നാളെ നടക്കുന്ന വിയന്നയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ലഘൂകരിക്കപ്പെടാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരില്ലേ? കാരണം ഏറ്റവും ഒടുവിലായാലും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം നോക്കൂ, അത് ഏറെ പ്രകോപനപരം തന്നെയാണ്. ഇറാൻ ഏകാധിപതിയുമായി ഇനി ചർച്ചയില്ല, ഖാംനെയി ജീവിച്ചിരിക്കരുത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയല്ലേ ഏറ്റവും ഒടുവിലും ഇസ്രായേലിൽ നിന്ന് വരുന്നത്?
ഇപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി രൂപപ്പെടുത്തുന്നത്. ഏതെങ്കിലും രാജ്യങ്ങൾ, ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രധാനമായിട്ടും ഫ്രാൻസ് വളരെ ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിനെ ഇസ്രായേലും അതോടൊപ്പം തന്നെ ഇസ്രായേലിന് വേണ്ടി അമേരിക്കയും ചേർന്ന് അത് തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ പോലും യൂറോപ്യൻ രാജ്യങ്ങൾ കുറെ കൂടി ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നയതന്ത്ര തലത്തിൽ നടത്തുന്നുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം ഒരു നിലക്കും ഖാംനെയിയെ ജീവിച്ചിരിക്കാൻ അനുവദിക്കുകയില്ല. അദ്ദേഹത്തെ വധിക്കാനുള്ള ഒരു തീരുമാനം തങ്ങൾ നടപ്പാക്കുമെന്ന ഒരു വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല ഖാംനെയിയുമായിട്ട് ഒരു അർത്ഥത്തിലുള്ള ഒരു നീക്കുപോക്കിനും